ക്യാബേജ് തോരൻ നിങ്ങൾ ഇതുപോലെയാണ് ഉണ്ടാക്കാറ്? ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓണത്തിന്. കാരണം ഒരു പ്രത്യേക രുചിയുള്ള ക്യാബേജ് തോരനാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. പകുതി ക്യാബേജ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 3 കപ്പോളം ഒക്കെ ഉണ്ടാകും. അമർത്തി വെച്ചിട്ടല്ല, വെറുതെ ഇങ്ങനെ ഇട്ടിട്ടുള്ളൊരു അളവാണ്. ഏകദേശം ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഏകദേശം 1 കപ്പൊക്കെ തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 പച്ചമുളകും, 2 ചുവന്നുള്ളിയും, ഒരു 2 നുള്ള് പെരിഞ്ചീരക പൊടിയാണ് ചേർക്കുന്നത്. പെരിഞ്ചീരകം അങ്ങനെ തന്നെ ചേർക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് പെരിഞ്ചീരകം ആദ്യം കുറച്ച് തേങ്ങയും കൂടെ ചേർത്തൊന്ന് ചതച്ചതിന് ശേഷം ബാക്കി മിക്സ് ആക്കിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1 നുള്ള് മാത്രം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക രുചി കേട്ടോ മല്ലിപ്പൊടി ചേർക്കുന്ന സമയത്ത്. അധികമായി പോകരുത് ഇതൊന്നും. ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അരഞ്ഞു പോയല്ലേ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒതുക്കി വെച്ചിട്ടുള്ള അരപ്പിടുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കാം. ഒരുപാട് ഞരടി കുഴക്കരുത്. ഞരടി കുഴക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടി ഇതിൽ നിന്ന് ക്യാബേജിൽ നിന്നൊക്കെ വെള്ളം വന്നെല്ലാം കൂടെ കുഴഞ്ഞു പോകും. അങ്ങനെ വേണ്ട. ഇനി അതെല്ലാം കൂടെ അവിടെ തട്ടിപ്പൊത്തി അവിടെ അങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് കുറച്ച് സമയം ഇരിക്കുകയാണെങ്കിൽ കുറേ കൂടെ ടേസ്റ്റി ആയിരിക്കും. ഇനി ഉടനെ തന്നെ ഉണ്ടാക്കണമെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1 നുള്ള് കടുക് ചേർത്തിരുന്നാലും മതി. എനിക്ക് പക്ഷേ കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം കടുക് ചേർക്കുന്ന കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അമ്മയ്ക്ക് ഇതുപോലെ ഉഴുന്ന് ചേർക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉഴുന്നിടുന്നുണ്ട്. അതിലേക്ക് ഒരു ഉണക്കമുളക് മുറിച്ചതും ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 3-4 ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരണേ. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് ആയിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ക്യാബേജ് ഇട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ആവി വന്നു കഴിയുമ്പോൾ തീ ഏറ്റവും കുറച്ചിട്ട് കുറഞ്ഞ തീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. ചിലർക്ക് ക്യാബേജ് അധികം വേവാത്ത തോരനായിരിക്കും ഇഷ്ടം. പക്ഷേ ഈ ഒരു തോരന് ക്യാബേജ് നന്നായിട്ട് വെന്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ. അടി പിടിക്കാതെ സൂക്ഷിക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തങ്ങ് വേവിച്ചെടുക്കാം. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണല്ലേ ക്യാബേജ് തോരൻ വെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെയാണോ ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്നത്? ഇതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യത്തെ ഓണത്തിന് ക്യാബേജ് തോരനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു വെറൈറ്റി ടേസ്റ്റുള്ള ക്യാബേജ് തോരനാണ്. നന്നായിട്ട് വെന്തോന്ന് നമുക്ക് കഴിച്ച് നോക്കുന്ന സമയത്ത് മനസ്സിലാവും. വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ക്യാബേജ് തോരൻ. ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.